കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിന് താഴെ ഹൈവേ റോഡിനോട് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മക്കാമാണ് ഒടുങ്ങാക്കാട് മക്കാമ്. മുമ്പ് കാലത്ത് ഇവിടെ വലിയ ഒടുങ്ങാത്ത കാടുള്ളത് കൊണ്ടാവാം ഒടുങ്ങാക്കാട് എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് സയ്യിദ് ഹുസൈൻ ദില്ലി കോയ തങ്ങൾ. വയനാടിലേക്കും തിരിച്ച് ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന നാനാജാതി മതക്കാരായ ആളുകൾ എന്തെങ്കിലും ഒരു ഹദിയ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് വിട്ടുപിരിയുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഡൽഹിയിൽ നിന്നും വയനാട്ടിലെ വാരാമ്പറ്റയിൽ വന്ന് താമസമാക്കിയ സയ്യിദ് അലി അക്ബർ ദില്ലി കോയ തങ്ങളുടെ രണ്ടാമത്തെ മകനാണ് സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങൾ. ഉപ്പയും മകനും വലിയ മഹാന്മാരാണ്. അജ്മീർ തങ്ങളുടെ പരമ്പരയിലുള്ള മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. മഹാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ചരിത്രം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരിക്കാം ഇത്. ദുനിയവിയായ സുഖം വെടിഞ്ഞ് കൊടുങ്കാട്ടിൽ ആരാധനയിലായി മുഴുകിയിരുന്ന മഹാൻ ആ കൊടുങ്കാട്ടിൽ വെച്ചാണ് വഫാത്തായത്. അങ്ങനെ നാട്ടിലെ പൗരപ്രമുഖനായ കുഞ്ഞുട്ടി ഹാജിക്ക് സ്വപ്നത്തിൽ ഒരു നിർദ്ദേശം വന്നു. ആ സ്വപ്നം തേടി ഇന്ന് പള്ളി നിലകൊള്ളുന്ന സ്ഥലത്ത് ആ മഹാനുഭാവൻ്റെ ജനാസ മറവ് ചെയ്തു. അവിടെ ഒരു വിളക്ക് കത്തിക്കുവാനും നിർദ്ദേശമുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും അത് അണയാതെ കത്തി നിന്നിരുന്നു എന്നാണ് ചരിത്രം. സിഹിർ പോലെ പൈശാചിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഉത്തമ പരിഹാര കേന്ദ്രമായി ഇന്നും അത് നിലകൊള്ളുന്നു. ആഗ്രഹ സഫലീകരണത്തിനും മറ്റും പിക്കാസ്, കൈക്കോട്ട്, മുട്ട, പട്ട് പോലുള്ള വസ്തുക്കൾ നേർച്ചയാക്കുന്നത് ഇവിടുത്തെ പതിവാണ്. മഹാനുഭാവൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാവട്ടെ. മഹാനുഭാവൻ്റെ കൂടെ അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.